ആലപ്പുഴയിൽ കുറുവ സംഘത്തിന്റെ മോഷണം വ്യാപിച്ചതും ഇവരുടെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തതോടെ ജനങ്ങൾ ഭീതിയിൽ. മണ്ണഞ്ചേരിയിലും കായംകുളത്തും നടന്ന മോഷണങ്ങളിൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഡിവൈഎസ്പി മധു ബാബുവിന്റെ മേൽനോട്ടത്തിൽ 7-അംഗ സ്പെഷ്യൽ സ്ക്വാഡിനെയാണ് രൂപീകരിച്ചത്. മോഷണം നടന്ന സ്ഥലങ്ങളിൽ രാത്രിയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കി. കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലാണ് കുറുവ സംഘത്തിന്റെ താവളം. ദേഹത്ത് എണ്ണ, കരിയോയിൽ എന്നിവ തേച്ചാണ് മോഷണത്തിനെത്തുക. അടുക്കളവാതിൽ തകർത്താകും അകത്ത് കടക്കുക. മോഷണ ശ്രമങ്ങൾക്കിടെ വീട്ടുകാർ ഉണർന്നാൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് രീതി. വസ്ത്രധാരണത്തിലെ പ്രത്യേകത കൊണ്ട് ഇവരെ തിരിച്ചറിയാനും പാടാണ്. തുടർച്ചയായി ആലപ്പുഴ മണ്ണഞ്ചേരിയിലാണ് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. മണ്ണഞ്ചേരിയിൽ 3 സ്ഥലങ്ങളിൽ മോഷണവും 2 മോഷണ ശ്രമവും ഉണ്ടായി. കായംകുളത്തും കരിയിലക്കുളങ്ങരയിലും കുറുവ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. മണ്ണഞ്ചേരിയിൽ അജയ്കുമാറിന്റെയും കുഞ്ഞുമോന്റെയും വീട്ടിൽ കുറുവ സംഘമെത്തി മോഷണം നടത്തിയത് ഒരേ രീതിയിൽ. അടുക്കളവാതിൽ തകർത്ത കിടപ്പുമുറിക്കുള്ളിലെത്തി ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളുടെ മാല കവർന്നു. അനക്കം കേട്ട് ഒച്ച വയ്ക്കുമ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരിക്കും. കുറുവ സംഘത്തിന്റെ പിന്നാലെ പോകാനും പലരും ധൈര്യപ്പെടാറില്ല. സംഘത്തെ വലയിലാക്കാൻ ആലപ്പുഴ ഡിവൈഎസ്പി MR മധു ബാബുവിന്റെ മേൽനോട്ടത്തിൽ 7-അംഗ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചു. സംഘത്തിനു വേണ്ടി വ്യാപകമായി തിരച്ചിൽ തുടരുകയാണ്. പകൽ സമയങ്ങളിൽ വിവിധ ജോലികളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പുലർകാലങ്ങളിൽ പോലീസ് പട്രോളിംഗും ശക്തമാക്കി.